ഹല്ലേലൂയ. ഞാനിപ്പോൾ നിൽക്കുന്നത് പഞ്ചാബിലെ ദ ക്രൈസ്റ്റ് ദ കിങ് കത്തീഡ്രൽ ചർച്ചിലാണ്. ഇവിടെ ഇന്ന് രാവിലെ വന്ന് ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റി. ഇവിടെ കുറേ ആളുകൾ എപ്പോഴും കടന്നു വരുന്നുണ്ട്. പുരാതനമായ ഒരു പള്ളിയാണ്, ലാറ്റിൻ രൂപതയിലുള്ള ഒരു പള്ളിയാണിത്. ലോകമെങ്ങും സുവിശേഷം അറിയിക്കുവാൻ, ലോകമെങ്ങും ക്രിസ്തുവിൻ്റെ സ്നേഹം സന്ദേശം അറിയിക്കുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നമ്മുടെ ദേവാലയത്തിൽ നിന്ന് തന്നെ മാറിപ്പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ത്യക്ക് വേണ്ടി, കേരള സഭയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ ഞാൻ ഒരു ഹോം മിഷനിലേക്ക് കടന്നു ചെന്നപ്പോൾ 2-3 സഹോദരിമാരുടെ കൂടെ ഞാനൊരു ഭവനത്തിലേക്ക് കടന്നു ചെന്നു. ഈ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ 1-2 നിലവിളക്കുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ കൂടെ വന്ന സഹോദരി എന്നോട് പറഞ്ഞു, ആ നിലവിളക്ക് അവിടെ നിന്ന് എടുത്ത് മാറ്റണം എന്ന് പറയാൻ പറഞ്ഞു. ആ നിലവിളക്ക് വെക്കുന്നത് ശരിയല്ല, അത് എടുത്ത് മാറ്റണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു ആ വീട്ടുകാരോട്. ഞാൻ ഈ സഹോദരിയോട് പറഞ്ഞു, അത് ഞാൻ പറയില്ല കേട്ടോ സഹോദരി, എനിക്ക് പറയാൻ പറ്റത്തില്ല, ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം, നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സഹോദരൻ എന്നോട് ഒത്തിരി ദേഷ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത്? എനിക്കത് പറയണ്ട, നമ്മൾ ഹോം മിഷന് വേണ്ടിയിട്ട് കടന്നു വന്നിരിക്കുന്നതല്ലേ, നമ്മൾ മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതല്ലേ, അപ്പോൾ നിനക്ക് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഞാൻ പറഞ്ഞു, എനിക്ക് ഉറപ്പൊന്നുമില്ല, അത് ശരിയാണ്, നിലവിളക്ക് വെക്കുന്നത് നമ്മുടെ വീട്ടിൽ വെക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ ഞാനിവിടെ അത് പറയാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സഹോദരി എൻ്റെ അടുത്ത് ഒത്തിരി ദേഷ്യപ്പെട്ടു. എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്കെന്താ പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് കുറച്ച് ഒരുപാട് ദേഷ്യപ്പെട്ടു. ഞാനപ്പോൾ ഈ സഹോദരിയോട് പറഞ്ഞു, സഹോദരി ഞാനിപ്പോൾ ഈ നിലവിളക്ക് എടുത്ത് മാറ്റാൻ പറഞ്ഞാൽ, ഈ സഹോദരിയോട് പറഞ്ഞു, ഞങ്ങൾ ഈ ഹോം മിഷന് പോയ ഈ ദേവാലയത്തിൻ്റെ ഇടതുവശത്തും വലതുവശത്തും നിലവിളക്കുകൾ ഇരിക്കുകയാണ്. ഇത് കാരണമാണ് ഞാൻ അവരോട് അതെടുത്ത് മാറ്റാൻ പറയാത്തത്. കാരണം ഇതെടുത്ത് മാറ്റാൻ ഞാൻ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഉടനെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അപ്പോൾ ദേവാലയത്തിൽ അത് വെക്കാമല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ വെച്ചാൽ എന്താ കുഴപ്പം എന്ന് ഇവരോട് ചോദിക്കും. ഞാൻ ഇതിന് മുമ്പ് ഒരു വീട്ടിൽ പോയപ്പോൾ ഞാൻ ഈ നിലവിളക്ക് എടുത്ത് മാറ്റുന്ന കാര്യം പറഞ്ഞപ്പോൾ നിലവിളക്ക് അങ്ങനെ വെക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം ഇതാണ്, പള്ളിയിൽ വെക്കാമെങ്കിൽ പിന്നെ എനിക്ക് വീട്ടിൽ വെച്ചാൽ എന്താ കുഴപ്പം? അപ്പോൾ ആ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് ഞാൻ ഈ സഹോദരിമാരോട് പറഞ്ഞു, ഞാനത് പറയില്ല കേട്ടോ സഹോദരിമാർ, നിങ്ങൾ പറഞ്ഞു, ഞാനത് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഈ സഹോദരി എൻ്റെ അടുത്ത് പറയുകയാണ്, അത് നമ്മുടെ ദേവാലയത്തിൽ വെക്കുന്നത് ഈ ശിവൻ്റെ ലിംഗം എടുത്തു മാറ്റിയിട്ട് അതിൽ കുരിശ് വെച്ചിട്ട് ആണല്ലോ നമ്മൾ അവിടെ പള്ളിയിൽ വെക്കുന്നത് എന്ന്, ദേവാലയത്തിൽ വെക്കുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ അതല്ലല്ലോ, അതെടുത്ത് മാറ്റണം എന്ന് പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സഹോദരി, നിലവിളക്കിൻ്റെ മുകളിൽ കുരിശെടുത്ത് വെച്ചതുകൊണ്ട് അത് ദൈവത്തിന് വിരുദ്ധമാവാതിരിക്കുമെന്ന് ചോദിച്ചു. മാത്രമല്ല ഞാൻ വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു, അമ്പലത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് കുരിശ് വെച്ചാൽ നമുക്കതിനകത്ത് വിശുദ്ധ ബലി അർപ്പിക്കാൻ പറ്റുമോ? അത് ഒരു ദേവാലയമാണെന്ന് പറയാൻ പറ്റുമോ? അത് പരിശുദ്ധമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഉടനെ സഹോദരി എന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. നമ്മുടെയൊക്കെ ചിന്താഗതികൾ ഇതാണ്. ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കൽപ്പന തന്നിട്ടുണ്ട്, നിങ്ങൾ ഏത് ദേശത്ത് ചെന്നാലും അവിടുത്തെ ദുരാചാരങ്ങളൊന്നും അനുകരിക്കരുത് എന്ന്. പക്ഷെ നമ്മൾ ലോകത്തിലുള്ള എല്ലാ ദുരാചാരങ്ങളും നമ്മുടെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുക. അതൊന്നും ഒരു കുഴപ്പമില്ലെന്നേ, അതിനൊക്കെ എന്നാ കുഴപ്പം? ഒരു നിലവിളക്ക് വെക്കുന്നതിൽ എന്താ കുഴപ്പം? ഓണപ്പൂവ് അൾത്താരയുടെ മുമ്പിൽ ഇടുന്നതിന് എന്താ കുഴപ്പം? ഇത്തരത്തിലുള്ള പ്രവണതകൾ നമ്മുടെ ദേവാലയത്തിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ മറ്റ് ജനതകളെ പോലെ തന്നെ പല ദൈവത്തെ ആരാധിക്കുന്ന ഒരു വിഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവർക്ക് പീഡനത്തിന് വിട്ടുകൊടുക്കുന്നത്. പഴയ നിയമങ്ങൾ, ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ദൈവം കൽപ്പിച്ച കൽപ്പനയിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് വിഗ്രഹ ആരാധനയിലേക്ക് പോയപ്പോഴാണ് ഇസ്രായേൽ ജനത്തെ ദൈവം മറ്റ് രാജാക്കന്മാർക്ക് വിട്ടുകൊടുത്തതെന്ന്. അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റ് ദേവീ ദേവന്മാരെ ആരാധിക്കുവാനും അവരെ നമ്മുടെ ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും നിൽക്കുമ്പോൾ നമ്മൾ ദൈവകൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുന്നു. നമ്മൾ മറ്റുള്ള ജനതകൾക്ക് പരിഹാസപാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. പിന്നീട് ഈ സഹോദരിമാർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി മുതൽ ഞങ്ങളുടെ കൂടെ ശുശ്രൂഷയ്ക്ക് വരണ്ടായിരുന്നു പറയപ്പെട്ടവരെ. പക്ഷേ എനിക്കത് സന്തോഷമുണ്ടായിരുന്നു. കാരണം വേറൊന്നുമല്ല, പരിശുദ്ധ അമ്മ, ഞാനൊരിക്കൽ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ ദിവ്യാനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധ
അമ്മയുടെ ഒരു സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടു. ഈ സംഭവിക്കാൻ പോകുന്ന വളരെ കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തരികയും ചെയ്തു ദർശനത്തിലൂടെ. അതുകൊണ്ട് എനിക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം ഇത് സംഭവിക്കേണ്ടതാണ്, ഞാൻ ഒറ്റയ്ക്കായി പോവും, എല്ലാവരും മാറ്റി നിർത്തും എന്നുള്ള ആ കാര്യം കർത്താവ് തന്നെ എനിക്ക് വെളിപ്പെടുത്തി തന്നതാണ്. ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നില്ലേ, തൻ്റെ വിശുദ്ധർക്ക് ഒന്നും വെളിപ്പെടുത്താതെ കർത്താവ് ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്ന്. കർത്താവ് എനിക്ക് നേരത്തെ ഇത് വെളിപ്പെടുത്തി തന്നത് കാരണം എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പഠിക്കും. ഒരു കോംപ്രമൈസും ഈ കാര്യത്തിലില്ല. ഞാനൊരു കോംപ്രമൈസും ചെയ്യുന്ന മനുഷ്യനല്ല. കാരണം കർത്താവിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട്, ഈശോ പഠിപ്പിച്ചതിന് വിരുദ്ധമായിട്ട് ഒരു കോംപ്രമൈസും ഞാൻ ആരോടും ചെയ്യില്ല. അതിൻ്റെ പേരിൽ ഒത്തിരി തിക്താനുഭവങ്ങളോ ഒറ്റപ്പെടുത്തലുകളോ ഉണ്ടായിക്കോട്ടെ, അതിന് പരാതിയില്ല. കാരണം ഈശോയെ തന്നെ ഒറ്റപ്പെടുത്തിയത് സ്വന്തം ജനതയാണ് ഈശോയെ ഒറ്റപ്പെടുത്തിയത്. യഹൂദന്മാരായ സ്വന്തം ചാർച്ചക്കാരും ബന്ധുക്കാരുമാണ് ഈശോയെ കുരിശിൽ തറച്ചതും. അത് അപ്പോൾ പിന്നെ ഈശോ എന്താ പറഞ്ഞു, നുണയൊന്നും പറഞ്ഞില്ലല്ലോ. ഈശോ സ്വർഗരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു. ഫരിസയരുടെ നീതിയെ ഫരിസയർ കാണിക്കുന്നത് നിയമജ്ഞർ കാണിക്കുന്നത് ശരിയല്ല, അത് നീതിയല്ല, ദൈവത്തിൻ്റെ നീതി വേറൊന്നാണ് എന്ന് പഠിപ്പിക്കുകയോ ചെയ്തു, സ്വർഗരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. പക്ഷേ അവിടെ ഈശോയെ എല്ലാവരും ഒറ്റപ്പെടുത്തി, ഈശോയെ മാറ്റി നിർത്തി. നമ്മൾ സത്യം പറഞ്ഞിട്ട് നമ്മൾ മാറ്റി നിർത്തുന്നതിൽ നമുക്ക് ഒരു പരിഭവവും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. ഉള്ളത് ഈശോ പഠിപ്പിക്കുന്ന കാര്യം, വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന കാര്യം നമ്മൾ പറയുമ്പോൾ അത് ചിലപ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാതെ വരും, അവർ നമ്മളെ മാറ്റി നിർത്തിയെന്ന് വരും. പക്ഷേ അങ്ങനെ മാറ്റി നിർത്തുമ്പോൾ സന്തോഷിച്ച് ഉല്ലസിക്കാനാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. കാരണം ഈശോയെയും പഴയ പ്രവാചകന്മാരെയും ഒക്കെ അങ്ങനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ദാവീദ് രാജാവിന് മുമ്പിൽ ചെന്നിട്ട് ധൈര്യത്തോടെ, നീയാണ് ആ പാപി എന്ന് പറഞ്ഞ നാഥാനെ പോലെ ധൈര്യസമേതം ഇത് തെറ്റാണ് എന്ന് പറയാൻ നമ്മൾ ചങ്കൂറ്റം കാണിക്കുമ്പോൾ മാത്രമേ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ പറ്റും. അതിപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടെന്നിരിക്കാം, നമ്മൾ ചിലപ്പോൾ മാറ്റി നിർത്തിയെന്നിരിക്കാം. പക്ഷേ ഈശോ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കാരണം ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യാതെ, ദൈവിക കാര്യത്തിൽ ഒരിക്കലും കോംപ്രമൈസിന് ചെയ്യാൻ നമുക്ക് നിൽക്കേണ്ട കാര്യമില്ല. കാരണം അത് കോംപ്രമൈസ് ചെയ്യുന്ന പിശാചിനോട് അടുത്ത് നിൽക്കുന്നതിന് തുല്യമാണ്. ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ അത് കേട്ട് ഈ വചനം കഠിനമാണെന്നും പറഞ്ഞ് തിരിച്ചുപോയി. അപ്പോൾ സ്ലീഹന്മാരോട് ഈശോ ചോദിക്കുന്നത്, നിങ്ങൾക്കും പോകണോ? നിങ്ങൾക്കും വേണം. ഇപ്പം 100 ആടുകളിൽ ഒരെണ്ണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവയിൽ ഒരെണ്ണത്തിനെ തിരിച്ചു പിടിച്ച് കൊണ്ടുവരുന്നതാണ് നമ്മുടെ കർത്താവ്. അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ആ ഒരു നമ്മുടെ കർത്താവിനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഈശോ ഒരാടിനെ തിരിച്ചു കൊണ്ടുവരുന്ന, അങ്ങനെ ഒരു ഈശോ ഇവരാരെയും തിരിച്ചു കൊണ്ടുവരാൻ പോയിട്ടില്ല. അപ്പോൾ ഒരു കോംപ്രമൈസ് ഈശോ ചെയ്തില്ല. അതുപോലെ തന്നെ നമുക്കും ഈ ദൈവിക കാര്യത്തിൽ വിശുദ്ധ ബൈബിളിൽ ഈശോയോട് ചേർന്നിരുന്നുകൊണ്ട് ഒരു കോംപ്രമൈസും ചെയ്യാതെ നമുക്കും ജീവിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.